ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അവർക്ക് ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള പരമമായ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് വീണ്ടും അവരുടെ നാട്ടുചാതുര്യം കൊണ്ടും ശരീര അഴവ് കൊണ്ടും അതൊക്കെ തന്നെ സെയിൽ ചെയ്തുകൊണ്ട് അത് തന്നെ വിൽപ്പന ആക്കി വെച്ചുകൊണ്ട് വീണ്ടും അവർ തെരഞ്ഞെടുപ്പിൽ നേരിടുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് പറയുവാനുള്ളത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ച് വളരെ നിർണായക പ്രശ്നങ്ങൾ രാഷ്ട്രീയമായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. ഇപ്പോൾ വിവാദ പ്രസ്താവന നടത്തിയ ലീഗ് നേതാവ് കായംകുളം മണ്ഡലം UDF-ന്റെ കൺവീനർ ഇർഷാദ് എനിക്കൊപ്പമുണ്ട്. ശരിക്കും അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടതില്ലായിരുന്നു എന്ന് പിന്നീട് തോന്നി. ഒരു സ്ത്രീവിരുദ്ധ പ്രസ്താവനയല്ലേ അത്? അങ്ങൊരു പ്രസ്താവന നടത്തിയിട്ടില്ലല്ലോ, അങ്ങൊരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും നടത്തിയിട്ടില്ല. എന്റെ ആ പ്രസംഗം, ആ കൺവെൻഷനിലെ പ്രസംഗം പൂർണ്ണമായിട്ടും കേൾക്കുന്ന ഒരാളും ഞാൻ അങ്ങനെ സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയിട്ടുണ്ട് എന്ന് പറയില്ല. കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ ചെയ്തികൾക്കെതിരായി സംസാരിച്ചു. ആ ചെയ്തികൾക്കെതിരായി സംസാരിച്ചതിന്റെ ഏതാനും ചില ഭാഗങ്ങൾ മാത്രം അടർത്തിയെടുത്ത് അതൊരു ന്യൂസാക്കിയിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. അപ്പൊ അങ്ങനെ സ്ത്രീവിരുദ്ധപരമാണ്. കാരണം എനിക്ക് കഴിഞ്ഞ 45 വർഷത്തെ പ്രസംഗത്തിലെ ഒരു പരാമർശം ഇങ്ങനെയാണ്: ചാരുത, പിന്നീട് അഴക്, ഇതൊക്കെ വിൽപ്പനയ്ക്ക് സെയിലിന് വെച്ചിരിക്കുന്നു എന്ന് തന്നെ അങ്ങ് പറയുന്നുണ്ട്. അത് പറയുന്നതിലൊരു പ്രശ്നം. അങ്ങനെ സെയിലിന് വെക്കുന്ന ഒരു സ്വഭാവത്തിനും പറയല്ല. കാരണം സിനിമ ഈ ആക്ടേഴ്സും ഒക്കെ പലയിടത്തും മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ളവരുടെ കാര്യങ്ങളിൽ ഈ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള അതൊക്കെയാണല്ലോ സ്വാഭാവികമായിട്ടും ജനങ്ങളുടെ മുമ്പിൽ പിന്നെ ഇലക്ഷനിലും ഒരു ഇതാകുന്ന ഒരു എന്താ പറയുന്നത്, അതിനൊരു ഒരു ജയത്തിന് ഒരു കാരണമായിട്ട് പലരും ഉപയോഗിക്കാറുണ്ടല്ലോ. അത്തരത്തിലൊക്കെ ചില യോഗങ്ങളിലൊക്കെ ചില ഭൂരിപക്ഷം പറഞ്ഞല്ലോ. അല്ലാതെ ഈ രീതിയിൽ സ്ത്രീവിരുദ്ധമായ ഒരു പരാമർശമോ സ്ത്രീകളെ ആക്ഷേപിക്കുന്ന ഒരു വാക്കോ എന്നിൽ നിന്ന് വീണിട്ടില്ല. ഞാൻ അങ്ങനെ എനിക്ക് കഴിഞ്ഞ 45 വർഷത്തെ പൊതുരംഗത്ത് ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ കൗൺസിലറായിട്ടുണ്ട്, വൈസ് ചെയർമാനായിട്ടുണ്ട്. ഒരിക്കൽ പോലും ഉണ്ടായി. ഇനി അങ്ങനെ പരാമർശം കൊണ്ട് ഏതെങ്കിലും ആർക്കെങ്കിലും എവിടെങ്കിലും ഒരു പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. വാചകം പിൻവലിക്കുകയാണോ? ആ വാചകം ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ ആരെങ്കിലും അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുകയാണ്. ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ബോധപൂർവമായി ആരെയും, ഒരു സ്ത്രീയെയും ആക്ഷേപിച്ചുകൊണ്ടുള്ള ഒരു പരാമർശം നടത്തുന്ന ആളുമല്ല, ഞാൻ നടത്തിയിട്ടുമില്ല. ഈ പരാമർശങ്ങൾ പുറത്തു വന്നതിന് പിന്നിൽ CPM ആണ് എന്ന് അങ്ങ് കരുതുന്നു? സ്വാഭാവികമായിട്ടും ഞാൻ മനസ്സിലാക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരുപാട് തന്ത്രങ്ങളും ഇത്തരത്തിലുള്ള ഒരുപാട് ന്യൂസുകളും ഒക്കെ വരാറുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള ഒരു ന്യൂസായി മാത്രമേ ഞാൻ ഇതിനെ കാണുന്നുള്ളൂ. ഈ പരാജയ ഭീതി ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകാവുന്ന ചില പ്രവർത്തനങ്ങളാണ് എന്ന് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അതല്ലാത്ത നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുക ഒരാളിനെ കുറിച്ച് പറയാൻ പാടില്ലല്ലോ. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പറയാൻ യാതൊരു സംശയവും എനിക്കൊക്കെ. ആ വാചകത്തിൽ അങ്ങ് ഇപ്പൊ ഉറച്ചു നിൽക്കുന്നില്ല. അങ്ങനെ അർത്ഥത്തിൽ അങ്ങനെ സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു മീനിങ് അതിന് ഇല്ലാത്തൊരു മീനിങ്. ശേഷം നേതാക്കളും എല്ലാം ബന്ധപ്പെടുകയോ മറ്റോ ചെയ്തു. ആളുകൾ കോൺഗ്രസിന്റെയും ഞങ്ങളുടെ പാർട്ടിയുടെ ഒക്കെ പല ആളുകളും അവരോടൊക്കെ ഞാൻ ഇക്കാര്യം വിശദമായി പറഞ്ഞു. കേസുമായി മുന്നോട്ട് പോകാനാണ് പ്രതിഭയുടെ തീരുമാനം? തീർച്ചയായിട്ടും അവർ കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നിയമപരമായി അതിന്റെ എല്ലാ വശങ്ങളും നോക്കി നമ്മൾ നിയമപരമായിട്ട്. മുഖ്യമന്ത്രി തന്നെ അക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തു. ഹീനമായ പ്രതികരണമാണെന്ന് പ്രതികരിച്ചിരിക്കുക. തീർച്ചയായും അദ്ദേഹം എങ്ങനെയായി ചിലപ്പോൾ ഒരു പക്ഷത്തെ ഈ വിവരങ്ങളൊക്കെ ഇതിന്റെ ബേസിൽ പറയുന്നതായിരിക്കാം. പക്ഷെ എന്റെ വസ്തുത അതല്ലല്ലോ, സത്യം തെറ്റിദ്ധരിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഏതായാലും ഇക്കാര്യമാണ് ഇർഷാദ് വ്യക്തമാക്കുന്നത്. ഇദ്ദേഹം മുൻ കൗൺസിലറാണ് കായംകുളം നഗരസഭയുടെ. ഏതായാലും എന്തെങ്കിലും തരത്തിലുള്ള വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഖേദം പ്രകടിപ്പിക്കുന്നു എന്നുകൂടി പറഞ്ഞു വെക്കുകയാണ് ഇർഷാദ്, ലീഗ് നേതാവും കായംകുളത്തെ UDF-ന്റെ കൺവീനറുമായ നേതാവ്.